എന്താ നീ ഉറങ്ങിയില്ല മോളെ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സിലെ സങ്കടം കൊണ്ട്. അച്ഛൻ അറിയാൻ മോളെ നിന്റെ ദുഃഖം. എന്റെ മോള് കഴിഞ്ഞെല്ലാം മറക്ക്. നിങ്ങൾ ആരും അച്ഛനൊരു ഭാരമാവില്ല. അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഏത് വിവാഹത്തിനും ഞാൻ സമ്മതിച്ചോളാം. മോള് പോയി കിടന്നു. അച്ഛൻ മോൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല എന്ന് മാത്രം കരുതിയാൽ മതി. വൈകുന്നേരം ചെറുക്കനും കൂട്ടരും വിദ്യ കാണാൻ വീട്ടിലേക്ക് വേണ്ടെന്ന് അമ്മൂടി എന്ന് പറയും. അവര് വരുമ്പോ അച്ഛനുണ്ടാവോ? ആ കറിയാച്ചോണ്ടിട്ട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ വണ്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം വരാം. അമ്മേ, ചേച്ചിയെ കാണാൻ അവര് വരുന്നുണ്ട്. ഉറപ്പേട്ടനില്ലേ? ഉണ്ട്, വിളിക്കാം. ഇരിക്കണം. ഗോപാലൻ നായർ വന്നിരിക്കുന്നു, ഒന്നിഞ്ഞു വരണം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്ന് കയറിയുള്ളൂ. ഓ, ഇതാണ് പ്രശാന്തൻ. മനസ്സിലായി. വിദ്യേച്ച കാണാൻ ആള് വന്നിട്ടുണ്ട്. കാണാൻ വലിയ തെറ്റൊന്നുമില്ല. നിങ്ങളും നല്ല ചേർച്ചയായിരിക്കും. എന്താ ഇത്ര ആലോചിക്കാനുള്ളേ? എന്നാ വേഗം റെഡിയാവാ. ഈ കാര്യം ഉറച്ചു കഴിഞ്ഞാല് പ്രതിസന്ധിയിലാകുന്നത് പ്രശാന്തനാ. എന്താ? സ്വന്തം അമ്മാവനായതുകൊണ്ട് ബ്രോക്കർ കാശ് വാങ്ങിച്ചില്ലെങ്കിൽ ഒരു ചെറിയ വിഷമം പ്രശാന്തനുണ്ടാകുമല്ലോ. മരുമോനായാലും ശരി, സ്വന്തം മോനായാലും ശരി, ബ്രോക്കർ കാശ് വാങ്ങിച്ചില്ലെങ്കിൽ ഈ തൊഴിൽ ചെയ്യുന്നവരുടെ ഇടയിൽ ഞാൻ ഒരു കരിങ്കാലിയായിട്ട് മാറും. നിനക്ക് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. വിദ്യ എന്നല്ലേ പേര്? അതെ. ഏതുവരെ പഠിച്ചു? BSc കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ടൈപ്പും. ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ശ്രമിച്ചു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾ മാറിത്തരാം. അല്ലേ ഉറുപ്പേട്ട? വിദ്യക്ക് എന്നെ കുറിച്ചൊന്നും ചോദിക്കാനില്ലേ? എന്നെ ഇഷ്ടമായില്ലെന്നുണ്ടോ? എനിക്കിഷ്ടായി. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിക്കണേ? ചോദിക്കാനുള്ളൊക്കെ ചോദിച്ചു കഴിഞ്ഞോ? എന്താ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓ, ചേച്ചിക്ക് ആളെ ഇഷ്ടപ്പെട്ടോ? വിശാഖേട്ടന്റെ അത്രയും നല്ലതല്ല. ഒന്ന് പതുക്കെ പറയടി, അപ്പുറത്താളുണ്ട്. മോളെ, മോക്കിഷ്ടായോ? എന്റെ ഭഗവതി, ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഗോപാൽ നായരെ, 50,000 രൂപ കൂടുതൽ തരാൻ എനിക്ക് കഴിവില്ലാന്ന്. ഇപ്പൊ തന്നെ ഞാൻ ഉദ്ദേശിച്ചാലും 25,000 രൂപ കൂടുതലാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കടവും കടപ്പടിയൊക്കെ ആണെങ്കിലും ഒരു നല്ല കാര്യം നടക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാ. ഒരു 10,000 രൂപയും 10 പവന്റെ സ്വർണവും നിശ്ചയത്തിന് തരാം. ബാക്കി 25,000 രൂപ സ്വർണ്ണമായിട്ട് വേണി സ്വർണം, കാശായിട്ട് വേണി കാശ് 6 മാസം കഴിഞ്ഞ് തന്നേക്കാം. ഇനി കല്യാണ ചെലവുകൾ വേറെ നോക്കണം. അല്ല, അതിപ്പോ ഇവന്റെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നണില്ല. പെങ്ങൾ 1 ലക്ഷത്തിൽ തന്നെ മുറുക്കി പിടിച്ചിരിക്കുക. ഞാനത് മുക്കാലാക്കിയിരിക്കുകയാണ്. അത് 75,000 രൂപ കടം പറഞ്ഞാൽ. ഏതായാലും ഞാൻ അമ്മയോടൊന്ന് ആലോചിക്കട്ടെ. അമ്മ സമ്മതിക്കാതിരിക്കില്ല. ഞാൻ സമ്മതിക്കത്തില്ല. സ്ത്രീധനത്തോയ്ക്ക് അവധി പറഞ്ഞിട്ടുള്ള ആലോചനയൊന്നും നമുക്ക് വേണ്ട. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരും നല്ല തറവാട്ടുകാരാണ് അമ്മേ. പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കില്ല. അവധി പറഞ്ഞ സ്ത്രീധനം ഒന്നും തിരിച്ചു കിട്ടിയതായ ചരിത്രമില്ലടാ മോനെ. കുറെ നാളായി ഈ പെണ്ണ് കാണൽ തുടങ്ങിയിട്ട്. നാട്ടുകാരെന്നെ കളിയാക്കി തുടങ്ങി.
ചായയും പലഹാരവും കഴിക്കാൻ വേണ്ടി വീട് തോറും കയറി ഇറങ്ങി നടക്കാണെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ഒരുമാതിരി ഒത്തു വന്നതാ. അപ്പോഴായി സ്ത്രീധനത്തിന്റെ പ്രശ്നം. അമ്മയ്ക്ക് പെണ്ണെങ്ങനെയായിരുന്നാലും കുഴപ്പമില്ലല്ലോ, സ്ത്രീധനമാണ് വലുത്. അതേടാ, നിനക്ക് കിട്ടാൻ അർഹതയുള്ളത് കൊണ്ടാ ചോദിക്കുന്നത്. ഒരിക്കലേ കിട്ടൂ. പിന്നെ ജീവിതകാലം മുഴുവൻ പെണ്ണിനും അവള് പെറ്റിടുന്ന കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കേണ്ടത് നീയാ. പെണ്ണ് വീട്ടുകാർ ആണ്ടോടാണ്ട് കൊണ്ടുവന്ന് കുടഞ്ഞിട്ട് വരികയും പറ്റുന്നില്ല. അമ്മ എന്ത് പറഞ്ഞാലും ശരി, കെട്ടുന്നെങ്കിൽ ഞാൻ ആ പെണ്ണിനെ കെട്ടു. മോനെ ശാന്ത, അഴകിട്ട് വെച്ചാ ചോറാവൂല്ലടാ, അരി ഇട്ട് വെച്ചാലേ ചോറാവൂ. അമ്മ ഇവിടെ അരിയിട്ട് വെച്ചോണ്ടിരുന്നോ? എനിക്ക് വേണ്ടി ഇനി പെണ്ണ് കാണാൻ വേണ്ട, കല്യാണം ആലോചിക്കാൻ വേണ്ട. ആ ചേട്ടൻ ഇങ്ങനെ ചൂടായാൽ എങ്ങനെ? ചേട്ടന്റെ സ്ത്രീധനം കെട്ടിട്ട് വേണ്ട ഇവിടെ കെട്ടിച്ചയക്കാൻ. എന്നാലേ സ്ത്രീധനം വാങ്ങിക്കാതെ ഞാൻ കെട്ടാൻ പോകുന്നത്. നിനക്ക് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് അവളെ കെട്ടിച്ചാ മതി. പ്രദീപേട്ടന് സ്ത്രീധനം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്താടാ? അയ്യോ അമ്മേ, അത് വേറെ ലൈനാ. ഇപ്പൊ അമ്മയ്ക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ എടാ എന്താ കാര്യം പ്രസാദേട്ടാ? അതെ കുണ്ടം ഓടിയപ്പുറത്ത്. ആ, കുറച്ചുകൂടെ അങ്ങോട്ട് കഴിച്ചേ. അമ്മേ, ചാന്തേട്ടന് ഭക്ഷണം വേണ്ടെന്ന്. ആ, എന്ത് പറ്റി? വയറിന് വല്ല അസുഖമാണോ? വയറിനല്ല അസുഖം, ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാത്തതിലുള്ള കെറുവാ. എന്നാ പിന്നെ സ്ത്രീധനം ഒന്നും മേടിക്കാതെ കെട്ടിക്കോട്ടെ. ഒരു ധർമ്മ കല്യാണം നടത്തിയതിന്റെ പുണ്യം കിട്ടുമല്ലോ. ആ, അമ്മ എന്ത് ഇത്ര വാശി പിടിക്കുന്നത്? ചേട്ടൻ അതാണ് ഇഷ്ടമെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തൂടെ? എന്റെ മോൻ നല്ല ഒന്നാന്തരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ. എണ്ണിച്ചുട്ട് അപ്പം പോലെ 5-6 കാശ് സ്ത്രീധനം മേടിച്ചോണ്ട് കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോന് വന്നിട്ടില്ലടാ. എന്റെ അമ്മേ, നമ്മൾ ആവശ്യപ്പെട്ട സ്ത്രീധനം അവർ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ബാക്കി 25,000 രൂപ 6 മാസം അവർ തരില്ലേ? ചേട്ടൻ ഇത്ര ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇതങ്ങ് നടത്തി കൊടുക്കാമേ. അല്ലെങ്കിൽ ഇനി ഇവിടെ ആരെന്ത് പറഞ്ഞാലും ദേഷ്യമായിരിക്കും. ദേ ഇപ്പൊ തന്നെ നിരാഹാരം തുടങ്ങിയിരിക്കുക. എടാ ശാന്ത, എഴുന്നേറ്റ് ഊണ് കഴിക്കേ. എടാ എഴുന്നേക്കാൻ. ആ, ചേട്ടൻ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് കൊച്ചുകുട്ടികളെ പോലെ പട്ടിണി കിടന്നാൽ എങ്ങനെ? ചേ, ഇത് നിസ്സാര കാര്യമാണോ? വിവാഹം എന്നൊക്കെ പറയുന്നത് ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ? ഒത്തു കിട്ടുന്നവൻ ഭാഗ്യവാൻ അല്ലേ ചാന്തേട്ടാ? അയ്യോ, ലോകത്ത് ഈ ഒരൊറ്റ സുന്ദരി കോതയല്ലേ ഉള്ളു കെട്ടാൻ. എടാ ദേ, ഇനി അമ്മ കാരണം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് വേണ്ട. പിന്നെ 6 മാസത്തിനകം നിനക്ക് തരാമെന്ന് പറഞ്ഞ 25,000 രൂപ പറഞ്ഞ ദിവസം തന്നെ ഇവിടെ കിട്ടിയിരിക്കണം. അവരത് തരാതിരിക്കില്ല അമ്മേ. സന്തോഷം കണ്ടില്ലേ? എലി പുന്നല് കണ്ട പോലെ. മോള് ഒന്നുകൊണ്ട് വിഷമിക്കരുത്. അന്യ വീട്ടിലേക്ക് നല്ലല്ലോ മോള് പോണത്. ഇനി അതാണ് നിന്റെ വീട്. ഭാനു, ഒന്നിട്ട് വരൂ. വിദ്യേ, ഇതാ ഇതിരിക്കട്ടെ. ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതാ. ഇത്രേ ചേച്ചിയെ കൊണ്ട് നിവർത്തിയുള്ളൂ. എനിക്കെന്തിനാ ചേച്ചി രൂപ? എനിക്ക് തരാനുള്ളതെല്ലാം ഇവിടുന്ന് തന്നല്ലേ വിടുന്നത്.